നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ നഗരസഭയിലെ ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദുരവസ്ഥ മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. 2 പതിറ്റാണ്ടോളമായി റോഡിൽ ടാറിംഗ് നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് മഴ ആരംഭിച്ചതോടെ കുളമായി മാറി. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പും നൽകി. റോഡിന്റെ ദുരവസ്ഥയെപ്പറ്റി നാട്ടുകാരുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. രണ്ട് മെമ്പർമാരാണ് പറഞ്ഞത്. 6 പേര് മെമ്പർ കൗൺസിലർമാരെ അനാവസ്ഥയാണ്. സത്യമായിട്ട് മടുത്ത് ഇത് അടുത്ത ദിവസം പ്രശ്നം ഉണ്ടാക്കാൻ പോയി. ഈ ഇലക്ഷൻ കാരണം ഉണ്ടായിരുന്നത് ഇവിടെ ഇലക്ഷൻ പെരുമാറ്റച്ചടപ്പ് ഇന്നുകൊണ്ട് കഴിഞ്ഞത്. ഞാൻ അടുത്ത ആഴ്ച പ്രശ്നം ഉണ്ടാകും. മനുഷ്യർ എത്ര പേരോട് ഉണ്ട് വീടുന്നത്. ഒരു മരണം ഉണ്ടായിട്ട് എന്ത് പ്രാണമാണ് കൂടി കൊണ്ടുപോകാനായിട്ട്. അതുപോലെ ബുദ്ധിമുട്ടാണ്. 2 മെമ്പർമാർ അനാവസ്ഥയാണിത്. 5 വർഷമായിട്ട് ഇത് റോഡ് ടാർ ചെയ്യുന്നില്ല. എത്ര ഫണ്ട് അനുവദിച്ച് പറയുമ്പോ ഇവിടെ മുട്ടോളം വെള്ളം വരും. നടക്കാൻ പോലും പറ്റിയ ഈ വീട് വഴിയെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കും. കേട്ടോ, ഇവിടെ കിടക്കുന്നുണ്ട് മുഴുവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഇതുപോലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ ഒരു വാർഡില്ല. സത്യം പറയുവാണെങ്കിൽ 35 വാർഡ് ഇതുപോലെ റോഡ് പോയി കിടക്കുന്ന ഒരു വാർഡില്ല. ഇതുപോലെ മനുഷ്യൻ മടുത്തത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ജനങ്ങളെ. ഈ മെമ്പർമാർ 2 പേരുടെ അനാവസ്ഥയാണ് സംഭവം. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു 10-20 വർഷമായി. ഏത് ഗവൺമെന്റ് വന്നാലും റോഡിന് ഒരു പണിയും ചെയ്യുന്നില്ല. ഒരു ജനങ്ങൾ 2 കോളനി ഈ റോഡിൽ ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. 2 കോളനി കാരിത്താസിന് പോകുന്ന, മെഡിക്കൽ പോകുന്ന ഈ ജനങ്ങൾ മുഴുവൻ പോകുന്ന ഈ റോഡാണ്. ഈ റോഡിന് ശോചനാവസ്ഥ ഇങ്ങനെ കിടക്കാന്നിട്ട് ഒരു 10-15 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റി വന്ന് ലൈൻ ഇട്ടു. അവരുടെ പണി തീർത്തിട്ടില്ല. താഴോട്ടുള്ള ലൈൻ മുഴുവൻ കിടക്കുന്നു. ആരും ഇതിനകത്ത് ഒരു പോയി. ഇന്നത്തെ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെ ബന്ധപ്പെട്ട് അവർ വന്ന് ഇത് ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ തുറക്കട്ടെ, അല്ലെ പഞ്ചായത്തിന് കണ്ണ് തുറക്കാൻ അല്ലെ മുനിസിപ്പാലിറ്റി കണ്ണ് തുറക്കാൻ തുറക്കട്ടെ. ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഈ റോഡിന്റെ കാര്യത്തിൽ. ആർക്കും ഒരു ഉത്തരവാദിത്തം. ഇത് 26 വാർഡ്, ഇത് 31 വാർഡ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പെട്ടതാണ്. അതിന് ഇതുവരെ ഒരു പോക്കുവഴി നടക്കുന്നില്ല. ഇപ്പം 3 ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത്. മഴ വന്നാൽ ഇവിടെ ഒരു മുട്ടറ്റം വെള്ളമുണ്ട്. മൊത്തം ആ കയറ്റം മുതൽ ഇവിടെ ഒരു മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. അതിനിടയ്ക്ക് മുഴുവൻ പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കും, വെള്ളം പോകും. ഒരു കാര്യത്തിൽ ഇത് നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ ഈ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഈ റോഡ് മാത്രം എടുത്ത് ശോചനാവസ്ഥ കിടക്കുന്നത്. അതിന് ആർക്കും ഒരു ഗവൺമെന്റ് വന്നിട്ടും ഇപ്പൊ 20 വർഷമായിട്ട് ഈ റോഡ് ടാർ ചെയ്തിട്ട് 20 വർഷമായി. ഞങ്ങളുടെ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് 2020 കഴിഞ്ഞിട്ട് പിന്നെ ടാറിങ് നടത്തുന്നുണ്ടില്ല. 4-5 വർഷം 2002 പിന്നെ ടാറിങ് നടന്നിട്ടില്ല. കാരണം ഇത് 2 വാർഡിൽ പെട്ടാൽ പറ്റാ. ഒരു വാർഡ് അപ്പുറം ഒരു വാർഡ് ഇപ്പുറമായിട്ട്. അതുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ ഭരണാധികാരിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പല പ്രാവശ്യം ഇവിടുത്തെ ആളുകളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഓരോ വണ്ടി ടൂറിലും ഒക്കെ ഉള്ളവരാണ്. ഞങ്ങൾ വീഴാതെ വീട്ടിൽ വന്ന ദൈവാനുഗ്രഹം എന്ന് മാത്രം പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ്. ഒരു രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഒരു ആശുപത്രി ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ച് ആരും വരികത്തില്ല. ആ ഒരു അവസ്ഥയിലായിട്ട് കിടക്കുക. അതുകൊണ്ട് ഇപ്പം ബൈപ്പാസിലേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ അടുത്തുണ്ട്. പുതിയ ബൈപ്പാസ് വന്നതോടുകൂടി ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വണ്ടി ഇതിലെ കയറി പോവുക. കാരിത്താസിൻ്റെ അവിടുത്തെ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് വഴി മുഴുവൻ MC റോഡിലേക്കുള്ള പോക്ക് മുഴുവൻ. അപ്പോൾ ഇവിടുന്ന് നല്ല യാത്രയുണ്ട്. മെഡിക്കൽ കോളേജ്, ESA, അതുപോലെ തന്നെ കാരിത്താസ്, ഇങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുന്ന ഈ റോഡാണ്. സാധാരണക്കാരുടെ ഏരിയയാണ് ഈ അമ്പനാട് പ്രദേശം. സാധാരണ ഉള്ള ആളുകളുടെ യാത്ര വളരെ അധികമുള്ള ഏരിയ. അപ്പോൾ ഓട്ടോറിക്ഷയും വലിയ ഭാരവണ്ടികൾ വരെ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം വളരെ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് വഴിയുടെ സുരക്ഷിതത്വം അതും ഒരുപോലെ ബാധിക്കുന്നതായതുകൊണ്ട് വഴി ഒന്ന് സേഫ് ആകാനായിട്ട് അധികാരികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ചപ്പോഴാണ് ഇത്രയും പ്രശ്നമായത്. അതുവരെ വലിയ കുഴപ്പമില്ല കിടന്ന. ഇച്ചിരി കട്ടറും ഉണ്ടായിരുന്നു. ഒരു 20 വർഷത്തിന് മുമ്പ് കണ്ടത് ടാറിങ് ചെയ്താ. 20 വർഷമായിട്ട് ഈ വഴിയിലോട്ട് മാറി വരുന്ന പറഞ്ഞ ടീമുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. MLAക്ക് ഉത്തരവാദിത്തമില്ല. പഞ്ചായത്തായിരുന്നപ്പോൾ അവർക്കും ഉത്തരവാദിത്തമില്ല. ഇപ്പം മുനിസിപ്പാലിറ്റി വന്നപ്പം ഇത് പപ്പാതിയാണ്. ഈ വഴി താഴോട്ട് 31 വാർഡ്, ഇത് 30 ആയിരിക്കും. 29 30 തിരിഞ്ഞു കിടക്കുക. അപ്പോൾ 2 പാർട്ടിക്കാർക്കും 2 വാർഡിലുള്ളവർക്കും ഉത്തരവാദിത്തമില്ലാത്ത ഈ കിടക്കുക. ഫെബ്രുവരി ഇട്ടതാ. ഉടനെ ഇത് ടാറിങ് എന്നും പറഞ്ഞിട്ടാ ഇവർ ഉണ്ടാക്കി പോയത്. പിന്നെ ഒരു കുഞ്ഞുങ്ങളെയും കണ്ടിട്ടില്ല. ഇവിടെ കുരിശുപള്ളിയുണ്ട്. ഈ കുരിശുപള്ളിയുടെ പെരുന്നാൾ ഫെബ്രുവരി 18-ാം തീയതി.
അതിന് മുമ്പ് ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടാണ് വെട്ടിക്കൊഴിച്ച് പോയത്. ആദ്യം ഇവിടെ വന്നപ്പോൾ ജനങ്ങളൊക്കെ ശകലം എതിർത്തു. അത് കഴിഞ്ഞപ്പോൾ നല്ല കാര്യമാണല്ലോ, വെള്ളം കിട്ടുന്ന ആളുകളോ നിർത്തോട്ട് ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പം നമുക്ക് ഭാര്യയായി. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ, വെള്ളമൊന്നും വന്നിട്ടില്ല. അവർ വല്ല ചില്ലറ വെള്ളം മേടിക്കുന്നുണ്ടോ, മേടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല, ഗുണമൊന്നുമില്ല. അതായത് ഏത് പാർട്ടി വന്നാലും ജനത്തിനെ സൂചിപ്പിക്കാനല്ല അവർ വരുന്നത്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റുമാനൂർ നഗരസഭ 29, 31 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദൈർഘ്യം 1 കിലോമീറ്ററോളമാണ്. റോഡിന് ഇരുവശത്തുമായി 2 കോളനികൾ ഉൾപ്പെടെ നിരവധി വീടുകളുണ്ട്. തങ്ങളുടെ ഏക ആശ്രയമായ റോഡ് 2 പതിറ്റാണ്ടോളമായി ടാറിംഗ് നടക്കാതെ തകർന്നു കിടക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമായ പാത ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.